ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഒന്നാമത്തെ ഈ ചോദ്യം നോക്കാനേ നമുക്ക് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക, ഒരു സ്കോർ വീതം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം: എൻ്റെ തെറ്റു കാട്ടുവാൻ മേന്മേൽ വിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു. ഇപ്രകാരം ചെയ്തത് ആരെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇതേത് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യനാ കൂട്ടുകാരെ? അതെ, പനിനീർ പൂവല്ലേ. അപ്പൊ നോക്കൂ, പൂവ്, തെന്നൽ, പാണക്കാട്, കവി. ആൻസർ എന്താണ്? അതെ, ഓപ്ഷൻ എ പൂവാണല്ലേ. ആ വരികളുടെ സത്ത പിന്നീട് ഗായകൻ ജീവിത ദർശനമാക്കി. ജീവിത ദർശനം എന്ന വാക്കിന്റെ ശരിയായ വിഗ്രഹാർത്ഥം, അതായത് ജീവിത ദർശനം എന്ന വേർഡ് വിഗ്രഹിച്ച് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയാ കിട്ടുക? നോക്കൂ, ജീവിതവും ദർശനവും, ജീവിതത്തിന്റെ ദർശനം, ദർശനത്തിന്റെ ജീവിതം, ജീവിതമാകുന്ന ദർശനം. എങ്ങനെയാണ്? ജീവിതത്തിന്റെ ദർശനം എന്നാണല്ലേ. ജീവിതത്തിന്റെ ദർശനം, ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന കഥയെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിലാണ് നീലകണ്ഠൻ പഠിച്ചത്. നീലകണ്ഠന് അമ്മയുണ്ടായിരുന്നില്ല. അനുതാര നീലകണ്ഠന് പെൻസിലുകൾ സമ്മാനിച്ചിരുന്നു. അപ്പൊ തന്നിട്ടുള്ളതില് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന കഥയെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണുള്ളത്? നമുക്കറിയാം 3 മാത്രമാണല്ലേ. നോക്കിക്കേ, 3 മാത്രം ശരി. അനുതാര നീലകണ്ഠന് പെൻസിലുകൾ സമ്മാനിച്ചിരുന്നു അല്ലെ. അപ്പൊ ഓപ്ഷൻ വരിക ഓപ്ഷൻ സി, 3 മാത്രം ശരി. ഞാൻ ശരിയായി പിരിച്ചെഴുതിയത് ഏത്? 1 ഉത്സാഹമായിരുന്നു, ഉത്സാഹ ആയിരുന്നു. 2 പുസ്തകത്താളുകൾ, പുസ്തക താളുകൾ. 3 ഒഴുകി ഇറങ്ങിയ, ഒഴുകി ഇറങ്ങിയ. 4 ഒച്ചയിടറി, ഒച്ച ഇടറി. ഓപ്ഷൻ എ എന്താ കൊടുത്തുള്ള? 1, ബി 2, സി 3, ഡി 4. അപ്പൊ ശരിയായിട്ട് പിരിച്ചെഴുതിയിട്ടുള്ള ഏതാണ്? അതെ, ഓപ്ഷൻ ഡി ആണല്ലേ വരിക. ഒച്ചയിടറി, ഒച്ച ഇടറി എന്നാണ് അല്ലെ. ഇനി നോക്കൂ, 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 or 4 വാക്യത്തിൽ ഉത്തരം എഴുതുക, 3 സ്കോർ വീതം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. 3 സ്കോർ വീതം. ഓക്കെ, 5ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. അത്രയും അധികം കുട്ടികളും ക്ലാസ്സുകളും ഉള്ള ഒരു നെടുങ്കൻ സ്കൂളിൽ നീലകണ്ഠൻ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ. അപ്പൊ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ എന്ന പ്രയോഗത്തിന്റെ ഭംഗി വിശദമാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്കറിയാം, ധാരാളം കുട്ടികളുടെ വലിയ സ്കൂളിൽ ആൺകുട്ടികൾ മാത്രമുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന നീലകണ്ഠനെ എന്താണ്? പെരുമഴയത്തെ ഒരു തുള്ളി പോലെ എന്നാണല്ലേ കഥയിൽ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പൊ സ്കൂളിൽ കുട്ടികളുടെ ബാഹുല്യം ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടല്ലേ. പെരുമഴയത്ത് എന്താണ്? നമുക്കൊരു മഴത്തുള്ളി തിരിച്ചറിയാനുള്ള പ്രയാസം പോലെ നീലകണ്ഠനെ മറ്റു കുട്ടികളിൽ നിന്ന് തിരിച്ചറിയാൻ അനുതാരയ്ക്ക് പ്രയാസം ഉണ്ടായെന്ന് സൂചിപ്പിക്കാൻ ഈ പ്രയോഗത്തിന് കഴിയുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പം എന്താണ് നിങ്ങൾക്ക് ഈ പ്രയോഗം കൊണ്ട് മനസ്സിലാകുന്നത്? ആ പ്രയോഗത്തിൻ്റെ ഭംഗി നിങ്ങൾ എന്ത് ചെയ്യുക? വിശദീകരിച്ച് എഴുതുക. ഓക്കെ, ഇതിന് 6ാമത്തെ ചോദ്യം നോക്കാം. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ്റെ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ്റെ ദേവതമാർ. പൂക്കളെ ദേവതകളായി കവി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. പൂക്കളെ ദേവതകളായി കവി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം? എന്തുകൊണ്ടായിരിക്കും? ആൻസർ നോക്കാം. മണൽക്കാടിനെ സ്വർഗീയ പൂന്തോട്ടമാക്കാനും ദുഃഖമകറ്റി മനുഷ്യർ വർദ്ധിച്ച ആനന്ദം പകരാനും അന്നപൂർണേശ്വരിയെ പോലെ നറുന്തേൻ ലോകത്തിനേകാനും കഴിവുള്ളവരാണ് പൂക്കളല്ലേ. ദേവനെ പൂജിക്കാനും വീരനെ അണിയിക്കാനും പാവങ്ങളുടെ ശിരസിന് അലങ്കാരമാക്കാനും മംഗളകർമ്മങ്ങൾക്കുമെല്ലാം പൂക്കൾ കൂടിയേ തീരൂ. ഇങ്ങനെ ഭൂമിക്ക് മഹാത്മ്യം നൽകുന്ന പൂക്കൾ എന്താണ്? വിണ്ണിലെ പൈതങ്ങൾ തന്നെയാണോ എന്ന് ചിന്തിച്ചുകൊണ്ടാണല്ലേ പൂക്കളെ ദേവതമാരായി കരുതി കവി കൈകൂപ്പുന്നതല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത്. മുഹമ്മദ് ഇക്ബാലിന്റെ വരികളാണ് അല്ലേ. അപ്പൊ മുഹമ്മദ് ഇക്ബാലിന്റെ വാക്കുകളിൽ തെളിയുന്നത് എന്തെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത്. അപ്പൊ ഈ വരികളിൽ മുഹമ്മദ് ഇക്ബാലിന്റെ വരികൾ തെളിയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നമുക്കറിയാം അല്ലെ, മനുഷ്യരോടുള്ള ആദരവിലാണ് എന്താണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നതാണല്ലേ മുഹമ്മദ് ഇക്ബാൽ പറയുന്നത്. അതായത് മനുഷ്യർ തമ്മിൽ എന്ത് ചെയ്യണം? സ്നേഹവും ബഹുമാനങ്ങളിലെടുത്ത് എന്താണ് ജാതി, മതം, മരണം തുടങ്ങിയ വേർതിരിവുകൾക്കൊന്നും
സ്ഥാനമില്ല അല്ലേ? മനുഷ്യത്വത്തിനായിരിക്കും അവിടെ ഏറെ പ്രാധാന്യം. അപ്പൊ മനുഷ്യന് പ്രാധാന്യം നൽകുന്നിടത്ത് എന്താണ്, എല്ലാ വിധത്തിലുള്ള പുരോഗതി ഉണ്ടാവുകയും ചെയ്യും അല്ലേ? അപ്പൊ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് എന്നാണ് അല്ലെ മുഹമ്മദ് ഇക്ബാലിന്റെ വരികളിലൂടെ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ആണ്, ഓർക്കാപ്പുറത്ത് ആ രൂപം പൊടുന്നനെ എഴുന്നേറ്റ് അമർത്തി 4 ചവിട്ട്. വേഷം ഏകദേശം അരങ്ങത്ത് പ്രവേശിക്കാറായി എന്ന് മനസ്സിലാക്കിയ ആശാൻ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിച്ച് ഒരു ചുറുചുറുക്ക് വരുത്തിയതാണ് കരിവിളക്കിൻ തിരുനാളം. അപ്പോൾ കോപ്പൻ നായരുടെ ഹനുമാനെ കണ്ട് പേടിച്ച കുട്ടികൾക്ക് സംഭവിച്ചത് എന്താണ്? എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? കോപ്പൻ നായരുടെ ഹനുമാനെ കണ്ട് പേടിച്ച് പുറത്തെ ഇരുട്ടിലേക്ക് ഓടുന്നതിന് കുട്ടികളെല്ലാം ഒരു പൊട്ട കുണ്ടിലേക്കാണല്ലേ വീണത്. പിന്നിൽ കച്ചമണികളുടെയും മണം പഠിക്കുന്നതിൻ്റെയും ശബ്ദം കേട്ടിരുന്നത് കൊണ്ട് എന്താണ്, വേഷം തങ്ങളെ ആക്രമിക്കാൻ വരികയാണെന്ന് ശങ്കിച്ച കുട്ടികളെ എഴുന്നേറ്റ് ഓടാൻ വേണ്ടി ശ്രമം നടത്തിയല്ലേ. എന്നാൽ ആ വേഷം ഇതൊന്നും ശ്രദ്ധിക്കാതെ അരങ്ങിലേക്ക് കയറി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ കോപ്പൻ നായരുടെ ഹനുമാനെ കണ്ട് പേടിച്ച കുട്ടികൾക്ക് സംഭവിച്ചത് എന്താണ് നമുക്ക് കരിവിളക്കിൻ തിരുനാളം എന്ന ഭാഗത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്ത് എഴുതുക. ഓക്കെ, ഇതിന് 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓരോന്നിനും എത്ര ഉത്തരം എഴുതുക? 5 സ്കോർ വീതമാണ് അല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. കുട്ടിക്കാലത്തെ മനസ്സിൽ പതിഞ്ഞ അനുഭവങ്ങൾ പിൽക്കാലത്തെ ജീവിതത്തെ സ്വാധീനിക്കാറുണ്ട്. അപ്പൊ കരിവിളക്കിൻ തിരുനാളം എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി എന്താണ് ഈ പ്രസ്താവന വിലയിരുത്താനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അരപ്പുറത്തിൽ കവിയാതെ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അത്യാവശ്യം എഴുതണം അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ജീവിതത്തിലുടനീളം സ്വാധീനം ചെലുത്താൻ ശക്തമാണ് കുട്ടിക്കാലത്തുണ്ടാകുന്ന പല അനുഭവങ്ങളും. ഇതിനുദാഹരണമാണ് കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന കഥകളി നടന്റെ ജീവിതം. കുട്ടിക്കാലത്ത് കളിവിളക്കിനു മുമ്പിൽ പലപ്പോഴും ഉറങ്ങിപ്പോകാറുണ്ടെങ്കിലും അന്നു കണ്ട ചില വേഷങ്ങൾ അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ആത്മകഥാഭാഗമായ കരിവിളക്കിൻ തിരുനാളത്തിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ ഓർമ്മയിൽ നിന്നൊരു വേഷമാണ് കോപ്പൻ നായരുടെ തോരണ യുദ്ധത്തിലെ ഹനുമാൻ വേഷം. നിലവിളക്കിന്റെ മങ്ങിയ പ്രകാശത്തിൽ അണിയറയിലിരുന്ന ഹനുമാൻ വേഷത്തെ കൂട്ടുകാരുമൊത്ത് ഒളിഞ്ഞു നോക്കിയതും ആ വേഷം പെട്ടെന്ന് എഴുന്നേറ്റ് നിലത്ത് പലവട്ടം മാഞ്ഞു ചവിട്ടുന്നത് കണ്ട് ഓടി പൊട്ടക്കുണ്ടിൽ വീണതുമായ ഓർമ്മ എക്കാലവും അദ്ദേഹത്തിന്റെ മനസ്സിൽ തങ്ങി നിന്നിരുന്നു. അരങ്ങിലാവട്ടെ രാക്ഷസ വേഷക്കാരെ ഉങ്ങിൻ കൊമ്പുകൊണ്ട് മർദ്ദിക്കുന്ന ഈ ഹനുമാൻ കുറച്ചൊന്നുമല്ല രാമൻകുട്ടി നായരിൽ മതിപ്പുളവാക്കിയത്. അതിലൊരു ഉങ്ങിക്കായ് തെറിച്ച് തൻ്റെ മുഖത്ത് വീണ് വേദനിച്ചതുപോലും മധുരമുള്ളൊരു ഓർമ്മയെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഹനുമാൻ വേഷം പരോക്ഷമായെങ്കിലും പിൽക്കാലത്ത് തനിക്ക് പ്രചോദനമായിട്ടുണ്ടാകാം എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ കുട്ടിക്കാല അനുഭവങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി പ്രസ്താവന വിലയിരുത്തിയതുപോലൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കേ. 9ാമത്തെ ചോദ്യം എന്താണ്? ഗദ്യഭാഗം വായിച്ച് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് അല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. നാം പാർക്കുന്ന ലോകവും നാം ജീവിക്കുന്ന ലോകവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഒരേ നഗരത്തിൽ ഒരേ തെരുവിൽ പാർക്കുന്ന 2 വ്യക്തികൾ 2 വ്യത്യസ്ത ലോകങ്ങളിൽ ജീവിക്കുന്നതായി കാണാം. എവിടെ നാം പാർക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അതാണ് നമ്മുടെ ലോകം. പരിസരങ്ങളും പാരമ്പര്യങ്ങളുമാണ് ഈ ലോകത്തെ രൂപപ്പെടുത്തുന്നുവെന്നാണ് ഇതുവരെ ശാസ്ത്രജ്ഞന്മാർ വാദിച്ചിരുന്നത്. എന്നാൽ ആധുനിക മനഃശാസ്ത്രം പുതിയൊരു വാദം പുറപ്പെടുവിച്ചിരിക്കുന്നു. പരിസരങ്ങളോ പാരമ്പര്യങ്ങളോ അല്ല, മനസ്സിന്റെ സ്ഥിതിയും പ്രവർത്തനഗതിയുമാണ് ഓരോ മനുഷ്യന്റെയും ലോകത്തെ സൃഷ്ടിക്കുന്നതെന്ന് അവർ വാദിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരവരുടെ ജീവിത താല്പര്യങ്ങളാണ് ഓരോരുത്തരുടെയും ലോകത്തെ വാർത്തെടുക്കുന്നത്. നമ്മുടെ ചിന്തകളും ലക്ഷ്യങ്ങളും വികാരങ്ങളും നാം ജീവിക്കുന്ന ലോകം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. KP കേശവമേനോൻ അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, ഗദ്യഭാഗം ഒന്നായി വായിച്ചു നോക്കുക. അതിനുശേഷം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, 1ാമത്തെ ചോദ്യം നോക്കിയാലോ നമുക്ക്. നാം ജീവിക്കുന്ന ലോകം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇവിടെ പറഞ്ഞല്ലോ, എന്തായിരുന്നു? നമ്മുടെ ചിന്തകളും ലക്ഷ്യങ്ങളും വികാരങ്ങളുമാണ് എന്ത് ചെയ്യുന്നത്, നാം ജീവിക്കുന്ന ലോകം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. ദെൻ 2ാമത്തെ ചോദ്യം, ആധുനിക മനഃശാസ്ത്രം പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ വാദം എന്താണ്? എന്തായിരുന്നു? പരിസരങ്ങളോ പാരമ്പര്യങ്ങളോ അല്ല, മനസ്സിന്റെ സ്ഥിതിയും പ്രവർത്തനഗതിയുമാണ് ഓരോ മനുഷ്യന്റെയും ലോകത്തെ സൃഷ്ടിക്കുന്നത്. അതാണ് ആധുനിക മനഃശാസ്ത്രം പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ വാദം അല്ലെ.
ഓക്കെ, ഇതിന് മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. ഒരേ നഗരത്തിൽ ഒരേ തെരുവിൽ പാർക്കുന്നവർ വ്യത്യസ്ത ലോകങ്ങളിൽ ജീവിക്കുന്നതായി കാണപ്പെടുന്നത് എന്തുകൊണ്ടെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? നാം പാർക്കുന്ന ലോകവും നാം ജീവിക്കുന്ന ലോകവും തമ്മിൽ വലിയ അന്തരമുള്ളത് കൊണ്ടാണല്ലേ ഒരേ സ്ഥലത്ത് താമസിക്കുന്നവർ പോലും എന്ത് ചെയ്യുന്നത് വ്യത്യസ്ത ലോകങ്ങൾ ജീവിക്കുന്നവരായി കാണപ്പെടുന്നത്. വസിക്കുന്ന സ്ഥലമല്ല, ഓരോരുത്തരുടെയും ജീവിത താല്പര്യങ്ങളാണ് അവരവരുടെ ലോകത്തെ വാർത്തെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പാരഗ്രാഫ് നന്നായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഓരോ ക്വസ്റ്റിന്റെയും ആൻസർ എഴുതുക. ഓക്കെ, നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കാം. കയ്യിൽ ഒരു കാശുമില്ലാത്ത കാര്യം കാറിലിരുന്ന് തങ്ങളോട് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ എന്താ പിറുപിറുക്കുന്നതെന്നായി മത്തായി ചേട്ടൻ. കാര്യം പറഞ്ഞപ്പോൾ ഇനി അതും ഞാൻ എന്നായി പരുക്കൻ ചോദ്യം. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എനിക്ക് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് 16 രൂപ ഒരു മടിയും കൂടാതെ എടുത്തു തന്നു. പാടി വീട്ടാത്ത കടങ്ങൾ. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസരങ്ങളിൽ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് സഹായം ലഭിച്ച അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവില്ലേ? അത്തരം അനുഭവങ്ങളിലൊന്ന് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടേതായ ഒരു അനുഭവമാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ ഒരു അനുഭവം എഴുതുക. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. 3-4 മാസങ്ങൾക്ക് മുമ്പ് ആന്റിയുടെ വീട്ടിലേക്ക് പോയിട്ട് മടങ്ങി വരികയായിരുന്നു ഞാൻ. ബസ്സിലാണ് യാത്ര. ടിക്കറ്റ് എടുക്കാൻ പോക്കറ്റിൽ നോക്കിയപ്പോഴാണ് പേഴ്സ് ആന്റിയുടെ വീട്ടിൽ മറന്നു വെച്ചുവെന്ന് മനസ്സിലായത്. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ വിയർത്തുപോയി. കണ്ടക്ടർ ബസ്സിന്റെ മുൻഭാഗത്തു നിന്ന് ടിക്കറ്റ് എടുത്തു വരുന്നതേയുള്ളൂ. പേഴ്സ് ഇല്ല എന്ന കാര്യം കണ്ടക്ടറോട് പറയണോ അതോ വണ്ടിയിൽ നിന്ന് ഇറങ്ങണോ എന്നാലോചിച്ച് ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ചേട്ടൻ എന്തു പറ്റിയെന്ന് ചോദിച്ചു. പേഴ്സ് മറന്ന കാര്യം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു. സാരമില്ല, ടിക്കറ്റ് ഞാൻ എടുത്തോളാം എന്ന ആ ചേട്ടന്റെ വാക്കുകൾ എനിക്ക് വളരെയധികം സമാധാനമാണ് തന്നത്. ബസ് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോയാലേ വീടെത്തൂ എന്ന് മനസ്സിലാക്കിയ ചേട്ടൻ ഓട്ടോ കൂലി കൂടി എൻ്റെ കൈകളിലേക്ക് നിർബന്ധിച്ചു വെച്ചു തന്നു. ഒരിക്കലും വീട്ടാനാവാത്ത കടമായി എനിക്കത് തോന്നി. എങ്ങനെ ആ പണം തിരിച്ചു കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ വീട്ടിലെത്തിയ ശേഷം ആ ചേട്ടനെ ഗൂഗിൾ പേ ചെയ്താൽ മതിയല്ലോ എന്ന് എനിക്ക് തോന്നി. ഞാൻ ആ ചേട്ടൻ്റെ ഗൂഗിൾ പേ ഉള്ള ഫോൺ നമ്പർ വാങ്ങി വീട്ടിലെത്തി അച്ഛൻ്റെ ഫോണിൽ നിന്നും ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം ഞാൻ അദ്ദേഹത്തെ നന്ദി പറയാൻ വിളിച്ചു. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് ആ ചേട്ടൻ എന്നെ അന്ന് സഹായിച്ചതെന്ന് പറഞ്ഞു. ആ നല്ല മനസ്സുള്ള ചേട്ടനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നന്ദിയോടെ ഓർക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങളും ഇതുപോലൊരു അനുഭവം എഴുതുക. ഓക്കെ, ഇനി 11 ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അതിൽ എയും ബിയും ഉണ്ട്. ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് ആൻസർ എഴുതിയാൽ മതി. എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എൻ്റെ അസുഖം തരുന്ന നോവുകൾ പേറി കിതച്ചും തളർന്നും പാഠപുസ്തകങ്ങളുടെ താളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചും എത്രയോ നാളുകളായി ഞാനിങ്ങനെ. അപരിചിതമായൊരു സ്ത്രീ ശബ്ദം ഉറക്കെ സങ്കടപ്പെട്ടുള്ള കരച്ചിലായി മാറുന്നത് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്നത്. ആരു കരയുന്നതും ഇഷ്ടമില്ലാതിരുന്ന ഞാൻ അവരെ ആരാണ് ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്നാലോചിച്ച് മുൻവശത്തേക്കോടി. താളുകൾക്കിടയിൽ മയിൽപ്പീലി അല്ലെ. അപ്പൊ കണ്ണീർ പടർത്തുന്ന വേദനകൾക്കിടയിലും മറ്റൊരാൾക്ക് പോലും വേദനിക്കരുതെന്ന ഉയർന്ന ചിന്ത പുലർത്താൻ അനുധാരയ്ക്ക് കഴിയുന്നുണ്ടോ? കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. കഠിനമായ വേദനകൾ അനുഭവിക്കുമ്പോഴും പ്രായത്തിൽ കവിഞ്ഞ അസാധാരണമായ പക്വതയോടെ ഏവരുടെയും സന്തോഷം ആഗ്രഹിക്കുന്ന കുട്ടിയാണ് അനുധാര. രോഗങ്ങളെ മല്ലിട്ട് തളരുമ്പോഴും കണ്ണീർ തുടച്ച് അറിവിന്റെ ലോകത്തേക്ക് തിരിയുന്ന അനുധാര അതിജീവനത്തിൽ തന്നെയാണ് ശ്രമിക്കുന്നത്. വേദനകളെ അത്രയധികം ആഴത്തിൽ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് മറ്റൊരാളിന്റെ വേദന സ്വന്തം വേദനയായി കരുതാൻ അവൾക്ക് കഴിയുന്നത്. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മണികണ്ഠന് കാഴ്ച നഷ്ടപ്പെട്ടതോർത്താണ് അവൻ്റെ അമ്മ കരയുന്നത് മനസ്സിലാക്കുന്നതിനു മുമ്പ് തന്നെ അവരുടെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് അസ്വസ്ഥതയോടെ ഓടിയെത്തുന്ന അനുധാരയെ ഒരു ഉത്തമ മനുഷ്യ സ്നേഹി തന്നെയാണ് കാണാനാവുന്നത്. മറ്റൊരാളിൻ്റെ വേദന കേട്ടറിഞ്ഞ് ഓടിയെത്താനും അവരെ ആശ്വസിപ്പിക്കാനും ശ്രമിക്കുന്ന അനുധാര മറ്റുള്ളവരോടുള്ള സഹതാപത്തേക്കാൾ അവരുടെ വേദനകളിൽ പങ്കാളിയായി നിന്ന് അവരെ ആശ്വസിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാകുമല്ലേ. പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലൊരു കുറിപ്പ് തയ്യാറാക്കാം. അല്ലെങ്കിൽ നോക്കിക്കേ, ബി ക്വസ്റ്റ്യൻ. ഒന്നല്ലി നാമയി സഹോദരരല്ലിപ്പൂവ് ഒന്നല്ലി കൈഹ രചിച്ചതു നമ്മയല്ല, കുമാരനാശാൻ. നെക്സ്റ്റ്,
നിന്നുടെ ജീവിതം മോശമെന്നല്ല ഞാൻ ചൊന്നെന്നോമനെ മാപ്പ് നൽകും. ഉള്ളൂരിൻ്റെ വരികളാണല്ലേ. അപ്പോൾ ഓരോന്നും ഭൂമിയിൽ എന്തിനാണ്, ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റെതായ സൗന്ദര്യവും സ്ഥാനവും ഉണ്ടല്ലേ. അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള വാക്യവും വരികളും വിശകലനം ചെയ്ത് സ്വഭിപ്രായം രേഖപ്പെടുത്തുക. സ്വഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടേതായ ഒരു അഭിപ്രായമാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഈ ഭൂമിയിലുള്ള ഒന്നിനെയും അവഗണിക്കാനോ നിസ്സാരവൽക്കരിക്കാനോ നമുക്ക് യാതൊരു അവകാശവുമല്ല. നാം എല്ലാം സഹോദരല്ലേ എന്ന് പൂവിനോട് ചോദിക്കുന്നതിലൂടെ സഹജീവികൾക്ക് നാം നൽകേണ്ട പ്രാധാന്യത്തെ തന്നെയാണ് കുമാരനാശാൻ ഓർമ്മപ്പെടുത്തുന്നത്. പൂക്കളുടെ മഹാത്മ്യം തിരിച്ചറിഞ്ഞപ്പോൾ ക്ഷണത്തിൽ പൊലിഞ്ഞു മണ്ണോട് ചേരുന്ന പൂവിന്റെ ജന്മം മോശമാണെന്ന് പറഞ്ഞു പോയതോർത്ത് പൂവിനോട് മാപ്പ് ചോദിക്കുന്ന കവിയെയാണ് പനിനീർ പൂവ് എന്ന കവിതയിൽ കാണാനാവുന്നത്. ഭൂമിയിൽ ഓരോന്നിനെയും അതിൻ്റെതായ സൗന്ദര്യവും പ്രാധാന്യവും ഉണ്ട്. ഒന്നിനെ മാറ്റി നിർത്താനോ അവഗണിക്കാനോ കഴിയാത്ത വിധം പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്നവയാണ് എല്ലാം പ്രകൃതിയിലെ സുന്ദരമായ പരസ്പര ബന്ധത്തെയാണ് കുമാരനാശാനും ഉള്ളൂരും സൂചിപ്പിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഓക്കെ, ദെൻ താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 7 സ്കോർ ഉണ്ടല്ലേ, 7 മാർക്കിന്റെ ചോദ്യമാണ്. 12 ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരരുത്. തിങ്കളാഴ്ച നല്ല ദിവസം തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണല്ലേ അമ്മ. അപ്പൊ കഥാപാത്രത്തിന്റെ വ്യക്തിത്വം, സ്വഭാവം, മനോനില, നിലപാട്, കഥയിലെ സ്ഥാനം, മറ്റു കഥാപാത്രങ്ങളോടുള്ള ഇടപെടൽ എന്നിവ ഉൾക്കൊണ്ട് എന്ത് ചെയ്യുക, കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ആരെ കുറിച്ചിട്ടാണ്, അമ്മ എന്ന കഥാപാത്രത്തെ കുറിച്ചിട്ടാണല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് കഥാപാത്ര നിരൂപണം എഴുതാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. തനതായ വ്യക്തിത്വവും ഉറച്ച മനസ്സുമുള്ള കരുത്തുറ്റ കഥാപാത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിലെ അമ്മ. കുടുംബത്തിലെ കേന്ദ്രബിന്ദുവായ അമ്മയാണ് ബന്ധങ്ങളെയെല്ലാം കൂട്ടിയുണക്കുന്നത്. അമ്മയുള്ളത് കൊണ്ട് മക്കളും പേരക്കുട്ടികളുമെല്ലാം ആ വീട്ടിലേക്ക് എത്തുന്നത്. വീടും പരിസരവും ഭംഗിയായി സൂക്ഷിക്കുമ്പോഴും ആടിനെയും പശുവിനെയും പരിപാലിക്കുമ്പോഴും ഒക്കെ അമ്മയുടെ മനസ്സിൽ മക്കൾ തന്നെയാണുള്ളത്. മക്കളും കുടുംബവും എല്ലാം വീട്ടിൽ ഒന്നിച്ചെത്തിയത് അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും മക്കൾക്ക് തന്നോടോ വീടിനോടോ പഴയ സ്നേഹമില്ല എന്ന തിരിച്ചറിവ് അവരെ വേദനിപ്പിക്കുന്നുണ്ട്. മകൻ ഗോപൻ വീട് വിൽക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴും ഗോപന്റെ ഭാര്യ ബിന്ദു അമ്മയെ ശരണാലയത്തിലാക്കുന്ന കാര്യം പറയുമ്പോഴും മനസ്സ് നീറുന്നുണ്ടെങ്കിലും അമ്മ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. കുടുംബത്തിൽ നേതൃത്വപരമായ സ്ഥാനമുണ്ടെങ്കിലും മക്കളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അമ്മ ഒരു വാക്കുപോലും ഉപയോഗിക്കുന്നില്ല. അതുവരെ പ്രിയപ്പെട്ടതായിരുന്നതിനെ എല്ലാം ഉപേക്ഷിച്ച് മക്കളുടെ തീരുമാനത്തിന് വഴങ്ങി ശരണാലയത്തിലേക്ക് പോകുമ്പോഴും ഒരിറ്റി കണ്ണീർ പോലും വീഴ്ത്താതെ, ഒരു തുണിസഞ്ചി പോലും ഇല്ലാതെയാണ് അവർ പടിയിറങ്ങുന്നത്. യഥാസമയം മക്കൾക്കും കൊച്ചുമക്കൾക്കുമായി ചെയ്യേണ്ടതെല്ലാം ചെയ്ത് മക്കൾ സ്വയം പ്രാപ്തിയാകുമ്പോൾ സ്വയം രംഗം വിട്ടൊഴിയുന്ന തൻ്റെ ഇടമുള്ള വ്യക്തിത്വത്തിനുടമയാണ് അമ്മ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഇതുപോലൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഓക്കെ, ഇനി നോക്കൂ, ഓർ ക്വസ്റ്റ്യൻ എന്താ നൽകിയിട്ടുള്ളത്. ആശയം, സമകാലിക പ്രസക്തി, ആസ്വാദനാംശങ്ങൾ എന്നിവ പരിഗണിച്ച് ചുവടെ കഥ കൊടുത്തിട്ടുള്ള കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാനാണല്ലേ. ഓക്കെ, നമുക്ക് കഥ ഒന്ന് വായിച്ചു നോക്കാം. ആനന്ദത്തിന്റെ രഹസ്യം. വെള്ളം കോരാൻ പോകുമ്പോഴാണ് പെൺകുട്ടി അത് കണ്ടത്. പാവം പൂമ്പാറ്റെ മുൾച്ചെടികൾക്കിടയിൽ എങ്ങനെ പെട്ടു? അത് ചിറക് വിടത്തിയാൽ കീറിപ്പോയത് തന്നെ അവൾ വിചാരിച്ചു. അവൾ അതീവ ജാഗ്രതയോടെ പൂമ്പാറ്റയെ പുറത്തെടുത്തു. ഹാവു, സുന്ദരി പൂമ്പാറ്റ, ഇനി നീ പേടിക്കേണ്ട, പറന്നു പോയിക്കോ, അവൾ പറഞ്ഞു. പെട്ടെന്ന് പൂമ്പാറ്റ ഒരു മാലാഖയായി മാറി. മാലാഖ പറഞ്ഞു, സുന്ദരി, നീയും പേടിക്കേണ്ട, നിന്റെ നല്ല മനസ്സിന് ഞാനൊരു വരം തരാം. ചോദിക്കൂ. മാലാഖ നിർബന്ധിച്ചപ്പോൾ പെൺകുട്ടി വരം ചോദിച്ചു. എങ്കിൽ എനിക്ക് എന്നും സന്തോഷമായിരിക്കാനുള്ള വരം തരൂ. ഉടൻ മാലാഖ അവളുടെ കാതിൽ ഒരു രഹസ്യം പറഞ്ഞു. അന്നു മുതൽ അവൾ ആഹ്ലാദവതിയായി. കാലം കടന്നുപോയി. പെൺകുട്ടി യുവതിയായി, അമ്മയായി, അമ്മൂമ്മയായി, ഒടുവിൽ മരണശയ്യയിലും. നോക്കൂ, ഇപ്പോഴും അവൾ സന്തുഷ്ടയാണ്. അതിന്റെ രഹസ്യമെന്ന് നമുക്ക് ചോദിക്കാം. ഓ, അതാണോ മക്കളെ കാര്യം? രഹസ്യം പറയാൻ കേട്ടോളൂ. വൃദ്ധ മാലാഖയുടെ കഥ പറഞ്ഞു കേൾപ്പിച്ചു. വൃദ്ധ മാലാഖയുടെ കഥ പറഞ്ഞു കേൾപ്പിച്ചു. എന്താണ് മുത്തശ്ശി എന്ന മാലാഖ കാതിൽ പറഞ്ഞ രഹസ്യമന്ത്രം? പറയാം മക്കളെ, മാലാഖ പറഞ്ഞു. നിന്നെക്കൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട്. ഇത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചോളൂ. ജോൺ സി ജേക്കബ്.
വളരെയധികം സന്ദേശം നൽകുന്ന ഒരു കഥയാണല്ലേ നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ ഈ കഥയുടെ എന്ത് ചെയ്യുക, ആശയം, അതുപോലെ തന്നെ സമകാലിക പ്രസക്തി, ആസ്വാദന അംശങ്ങൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആസ്വാദനം തയ്യാറാക്കാം അല്ലേ. നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം, നമ്മുടെ സന്തോഷത്തിന്റെ രഹസ്യം. സന്തോഷത്തോടെ ഇരിക്കാനാണ് എക്കാലവും മനുഷ്യരുടെ ആഗ്രഹം. എന്നാൽ സന്തോഷം തേടി അലയുകയല്ല, സന്തോഷം നാം തന്നെ ഉണ്ടാക്കുകയാണെന്ന് വേണ്ടതെന്ന സന്ദേശം നൽകുന്ന കഥയാണ് ജോൺ സി ജേക്കബിൻ്റേത്. മുൾച്ചെടികൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന പൂമ്പാറ്റയെ അതീവ ശ്രദ്ധയോടെ രക്ഷിച്ച പെൺകുട്ടിക്ക് മുമ്പിൽ പൂമ്പാറ്റ ഉടൻ മാലാഖയായി പ്രത്യക്ഷപ്പെട്ടു. അവളുടെ സഹായത്തിന് പ്രതിഫലമായി ഇഷ്ടമുള്ള വരം ചോദിക്കാൻ മാലാഖ അവസരം നൽകി. എന്തും ചോദിക്കാൻ അവസരമുണ്ടായിട്ടും എല്ലാത്തിനേക്കാളും വിലപ്പെട്ടത് സന്തോഷമാണെന്ന തിരിച്ചറിവ് ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്ന അവൾ എക്കാലവും സന്തോഷത്തോടെ ഇരിക്കാനുള്ള വരമാണ് ആവശ്യപ്പെട്ടത്. സന്തോഷത്തിന്റെ രഹസ്യം കാതിൽ പറഞ്ഞു കൊടുക്കുകയാണ് മാലാഖ ചെയ്തത്. ആ പെൺകുട്ടി വളർന്ന യുവതിയും അമ്മയും അമ്മൂമ്മയുമായി. മരണശയ്യയിൽ പോലും സന്തുഷ്ടനായ അവളെ കണ്ട് അത്ഭുതത്തോടെ അവരുടെ സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് കൊച്ചുമക്കൾ ചോദിച്ചു. നിന്നെക്കൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട്, അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചോളൂ എന്ന് മാലാഖ പങ്കുവച്ച രഹസ്യം അവർ കൊച്ചുമക്കൾക്കും പകർന്നു നൽകി. സമ്പത്തും ആഡംബരങ്ങളും ഒക്കെ സന്തുഷ്ടിയുടെ അടയാളമായി കരുതപ്പെടുന്ന ഇക്കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമാണ് ഈ കൊച്ചുകഥ. സന്തോഷം എന്നത് നമുക്കുള്ളിൽ തന്നെ ഉണ്ടാവേണ്ടതാണെന്നും സഹജീവിക്ക് വേണ്ടി കൂടി ജീവിക്കുന്ന നമ്മുടെ സന്തോഷത്തിൽ 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നുള്ള യഥാർത്ഥ സന്തോഷത്തിന്റെ രഹസ്യം ഒരു കൊച്ചു കഥയിലൂടെ ആവിഷ്കരിക്കാൻ കഥാകാരന് കഴിഞ്ഞിരിക്കുന്നു. പ്രകൃതിയിലെ ഏതൊരു ജീവനും വിലപ്പെട്ടതാണെന്ന ബോധ്യത്തോടെ പൂമ്പാറ്റയെ രക്ഷിക്കുകയും പക്വതയോടെ വരം ചോദിക്കുകയും ചെയ്തു അത് ഉചിതമായി ഉപയോഗിക്കുകയും ചെയ്ത ഈ കഥയിലെ പെൺകുട്ടി ഏവർക്കും ഒരു മാതൃകയാണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കഥയ്ക്ക് ഒരു ആസ്വാദനം ഇതുപോലെ തയ്യാറാക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണല്ലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.